ഇത് ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ദേ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അമ്മ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതാ സവാളയൊക്കെ ഇട്ട് അതിലേക്ക് നന്നായി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം നമ്മൾ കുറച്ച് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികൾ. അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് വീഡിയോ പിടിക്കാനായിട്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെല്ലാം പാകത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദാ ഇത് നന്നായി വാടിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ച് എല്ലാം കൂടി ഇട്ടത് ഒന്നും കൂടി വഴറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം സ്പീഡിലിട്ടത് കൊണ്ടാണ് ഇത്രയും സ്പീഡ് കേട്ടോ. ഇതാ നന്നായി ഇളക്കി നന്നായി നല്ല ചൂട് തന്നെയുണ്ട്. ഇതാ ഇത് പരുവാവണം. അതിനുശേഷം നമ്മളിത് മല്ലിപ്പൊടിയും ആദ്യം മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. അത് കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞിട്ടാണ് അമ്മ മഞ്ഞൾപ്പൊടിയും എടുത്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് അമ്മ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതാ എന്നിട്ട് ഒന്നും കൂടി ആയിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒക്കെ മസാല ഒക്കെ ഇട്ടു. എന്നിട്ട് നന്നായി വഴറ്റണ വരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇതിലാണ് തക്കാളിയും കൂടി അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ. തക്കാളിയും കൂടി അതിലങ്ങനെ ഉടഞ്ഞ് ചേർന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായി ഉടഞ്ഞ് നല്ല പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ, അതായത് ചിക്കൻ മുന്നേ അതിൽ ഉപ്പുമുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ആ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെച്ചു, മൂടി അടച്ചു വെച്ചു. അന്ന് കുറച്ച് ഇളക്കി കൊടുത്തതാ ഇതുപോലെയായി ഗൈസ്. നന്നായി സെറ്റായിട്ടുണ്ട് ചിക്കൻ കറി. അമ്മ നന്നായി ഇളക്കി. ഇനി ഇത് കഴിക്കാനായിട്ട് കുറച്ച് ചോറും കൂടി മതി കേട്ടോ. നല്ല സെറ്റായി വെന്ത് നല്ല ജ്യൂസി